ഹരേ കൃഷ്ണ. ഇടവം രാശിക്കാർക്ക് ശനി മാർഗിയിൽ നിന്നും വക്രയിലേക്ക് ജൂലൈ 13 മുതൽ നവംബർ 27 വരെ ശനിദേവ് വക്രി അവസ്ഥയിൽ. ഇടവം രാശിക്കാർക്ക് ഈ വക്രിയിലുള്ള ശനി എന്തൊക്കെ ഫലങ്ങൾ ആണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ദയവായി കാണുക. ഈ വക്രി എന്നാൽ എന്താണെന്നല്ലേ? സൂര്യൻ ഒരു സെൻട്രൽ പോയിന്റും ബാക്കി ഗ്രഹങ്ങളെല്ലാം സൂര്യനെ 360 ഡിഗ്രിയിൽ പരിക്രമം ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രി അവസ്ഥയിൽ വരികയില്ല. പക്ഷെ രാഹുവും കേതുവും ഏത് സമയവും വക്രി അവസ്ഥയിലായിരിക്കും വരിക. ഇങ്ങനെ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും മാർഗീയ അവസ്ഥയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചില ഗ്രഹങ്ങൾ ഈ സമയത്ത് മാർഗി എന്ന് പറഞ്ഞാൽ സാമാന്യ രീതിയിലുള്ള ഗതി, അതിൽ നിന്നും മാറി കുറച്ചൊരു സ്ലോ ആയി പോകുന്നു. അതാണ് വക്രി അവസ്ഥ. ഇപ്പോൾ വക്രി അവസ്ഥയിൽ വരുന്നത് സൂര്യദേവാണ്. നിങ്ങളുടെ ലഗ്നത്തിൽ, അതായത് ആദ്യത്തെ ഹൗസിൽ, ഫസ്റ്റ് ഹൗസിൽ ഇടവം വരുന്ന രാശി, അതാണ് നിങ്ങളുടെ രാശി. വക്രി അവസ്ഥയിൽ വരുന്ന ശനിദേവ് നിങ്ങളുടെ 11ാം ഹൗസിലാണ് വരുന്നത്. 11ാം ഹൗസ് എന്താണെന്നല്ലേ? 11ാം ഹൗസ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ, നിങ്ങളുടെ ലാഭത്തിൻ്റെ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ ഹൗസാണ് 11ാം ഹൗസ്. ഈ വക്രി അവസ്ഥയിൽ ഇടവം രാശിക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് ജീവിതത്തിൽ വരുന്നതായിരിക്കും. അത് പോസിറ്റീവോ നെഗറ്റീവോ അറിയാം. നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് എന്തെങ്കിലും പുതിയ ഒരു പർച്ചേസിങ് ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ സ്വപ്നത്തിൽ മാത്രമായിരുന്നു. പക്ഷേ അത് എന്തുവാണെങ്കിലും ആകട്ടെ, എന്തെങ്കിലും ഒരു ആശ, നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കുന്നതിനോ കാറ് വാങ്ങിക്കുന്നതിനോ പിന്നെ ഇരുമ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, അങ്ങനത്തെ മിഷനറീസോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് സ്വപ്നമായിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ വക്രി അവസ്ഥയിൽ വരുന്ന ശനിദേവ് അത് നിങ്ങളെ വാങ്ങിപ്പിച്ചേ തീരൂ എന്ന് പറഞ്ഞാണ് ശനിദേവ് വരുന്നത്. ആ ആഗ്രഹം നിങ്ങളെ സ്വപ്നത്തിൽ നിന്നും അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ പോകുന്നു. കുറെ നാളുകൾ കൊണ്ട് ലോണ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നടക്കുകയായിരുന്നു അല്ലേ? ഇപ്പോൾ ഇതാ വക്രി അവസ്ഥയിൽ വരുന്ന ശനിദേവ് നിങ്ങളുടെ ലോണും റെഡിയാക്കി തരുന്നതായിരിക്കും. ശനി 11ാം ഹൗസിൽ ആണെങ്കിൽ പോലും 10ാം ഹൗസിലേയും കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എങ്കിലിതാ നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടുവാനുള്ള സമയം ജൂലൈ 13 ശേഷം ആ സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. കൂടാതെ നിങ്ങളൊരു ട്രാൻസ്ഫറിന് വേണ്ടിയോ നിങ്ങളുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു പ്രൊമോഷനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തം ഇപ്പോൾ കൂടാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഉദ്ദേശിച്ച ട്രാൻസ്ഫർ, പ്രൊമോഷൻ, അതുപോലെ തന്നെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ. ഇതൊക്കെ നിങ്ങളുടെ പോസിറ്റീവ് റിസൾട്ടായിരുന്നു. നെഗറ്റീവ് എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ച്, നിങ്ങളുടെ പിടിവാശി, നിങ്ങളുടെ സ്റ്റബേൺനെസ്, അതെല്ലാം നിങ്ങൾക്ക് കൂടാൻ പോകുന്നു. അപ്പോൾ ഈ കാര്യം നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വഭാവം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. ഈ പിടിവാശി കാരണം നിങ്ങളുടെ കുടുംബത്തിലും സ്നേഹബന്ധത്തിലും ഇതിൻ്റെ പ്രഭാവം വരുവാൻ സാധ്യത കൂടുതലുണ്ട്. നിങ്ങളുടെ ലവ് റിലേഷനിൽ എന്തെങ്കിലും പോറലുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പിടിവാശി തീർച്ചയായും നിങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇങ്ങനെയൊരു സ്വഭാവം നിങ്ങളിൽ വരുന്നത് വക്രശനിയുടെ ദൃഷ്ടി ഫസ്റ്റ് ഹൗസിലും 5th ഹൗസിലും 8th ഹൗസിലും വരുന്നത് കൊണ്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ആ പിടിവാശിയൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ദൃഷ്ടി 5ാമത്തെ ഹൗസിൽ ഉള്ളതുകൊണ്ട് അത് എഡ്യൂക്കേഷൻ്റെ. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത, വേറെ എന്തെങ്കിലും പുതിയൊരു കോഴ്സ് പഠിക്കുന്നതിനോ അങ്ങനെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ചെയ്തതിനുള്ള ഒരു സമയമാണ്. യോഗ ക്ലാസ്, അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതിനുള്ള നല്ല സമയമായിരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ? പണമോ വേറെ എന്തെങ്കിലുമോ? അത് കിട്ടാതെ നിങ്ങൾ വിഷമിക്കുകയായിരുന്നു എങ്കിൽ ഇതാ ഈ സമയം നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതായിരിക്കും. അപ്പോൾ വക്രിയായി വരുന്ന ശനി നിങ്ങൾക്ക്
നഷ്ടത്തിനേക്കാളും കൂടുതലും ലാഭമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. ശനിദേവ് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെ? ആദ്യമായിട്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളാക്കിയ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ശുശ്രൂഷിക്കുക. ഒരു ദിവസം ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുക. പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യണം. നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അതുപോലെ തന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക. ഓക്കെ. മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതുകൊണ്ട്, മുതിർന്നവരെ സംരക്ഷിക്കുന്നതുകൊണ്ട് ശനിദേവ് നിങ്ങൾക്ക് ആശീർവാദം തന്നെ തരും. എന്തെന്ന് വെച്ചാൽ രാശിചക്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ രാശി ശനിദേവാണ്. അതുകൊണ്ട് ശനിക്ക് നിങ്ങൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കും നല്ല ഫലം തന്നെ തരിക തന്നെ ചെയ്യും ശനിദേവ്. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിൽ തുളസി പ്ലാന്റ് ഉണ്ടോ? തുളസി എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? തുളസി ചെടി വെക്കേണ്ട സ്ഥലം നോർത്ത് ഈസ്റ്റ്, വടക്ക് വെക്കാം, കിഴക്ക് വെക്കാം. ഈ സ്ഥലങ്ങളിൽ അല്ലാതെ നിങ്ങൾ വീട്ടിൽ തുളസി ചെടി വെക്കാതിരിക്കുക. സൗത്ത് വെസ്റ്റിലൊന്നും ഒരിക്കലും വെക്കാൻ പാടില്ലാത്തതാണ് തുളസി. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.